എന്തിനാ ചിരിക്കുന്നേ? ആ ഹിന്ദി വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയില്ലല്ലേ? പൂസണിക്ക. തമിഴ് വാക്കിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ, ഹിന്ദി വാക്കിന്റെ അർത്ഥം ഞാനും പറഞ്ഞുതരാം. ഞാൻ വിചാരിച്ച അർത്ഥം പറഞ്ഞുതരാൻ 1000 പേരുണ്ട് എനിക്കും. വലിയ ആള് തന്നെ. തമിഴ് വാക്ക് വളരെ ശരി തന്നെ. ഞാനെന്താ മത്തങ്ങ പോലെ ഇരിക്കുന്നേ? മനസ്സിലായല്ലേ? ഞാനെന്താ അത്രയ്ക്ക് വീർത്തിട്ടാ? ഇപ്പൊ ഞാൻ എന്ത് തടി കുറച്ചെന്നോ? അഹങ്കാരം കണ്ടില്ലേ? ഒറ്റ മീസ്. ഹൈദരാബാദ് മേഡം, പെറുക്കിയാണോ ഞാൻ? ബത്തമീസ് അല്ലാതെ എന്താ? എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. നമ്മളിനി എങ്ങോട്ട് പോവടാ? ഈ കാല് കുപ്പി കാണിച്ചിരുന്ന വഴിയെ പോവാം. അങ്ങോട്ട് നോക്ക്, ഒറ്റയ്ക്കൊരു വീട്. രാത്രി തണുപ്പത്ത് എവിടെങ്കിലും ഒന്ന് കയറി കൂടണം. പോയി കഥക് തട്ടിയല്ലോ. എനിക്ക് വല്ലാതെ വിശക്കുന്നുടാ. നീ വിഷമിക്കാതെ, വിശപ്പിനുള്ള ആഹാരം വരട്ടിയെങ്കിലും വാങ്ങിത്തരാം. വിശപ്പിന് ആഹാരവും കിടക്കാനും. ആരാ ഈ സമയത്ത്? വീട്ടില് വേറെ ആരാ ഉള്ളത്? ഞാൻ തനിച്ചേ ഉള്ളൂ. എന്താണ് കാര്യം? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്ത് വേണം നിനക്ക്? വെളിയിൽ ഭയങ്കര തണുപ്പ്, ഒന്നകത്ത് വന്നോട്ടെ. ആരാ നിങ്ങള്? ഫ്രീഡം ഫൈറ്റേഴ്സ്, സ്വതന്ത്ര പോരാളികൾ. എന്ത് വേണം നിങ്ങൾക്ക്? ഈ നാട്ടിലാരും ആഹാരം കിട്ടാതെ പട്ടിണി കിടക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കണം. ഇപ്പൊ ഞങ്ങൾ പട്ടിണിയിലാണ്, ആഹാരം വേണം. അടുക്കള എവിടെയാ? വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണമെന്ന് മര്യാദയ്ക്ക് ചോദിക്കേ. നോ, അതൊന്നും ഞങ്ങളുടെ പോളിസിയല്ല. തനിയൊരുവനിക്ക് ഉണവിലേനിൽ ഇന്ത ജഗത്തിനെ അഴിത്തിടുവോ? ആരാ ഇങ്ങനെ പറഞ്ഞത്? വള്ളുവർ. ഭാരതിയാർ. അതെ അതെ, അങ്ങേരെ അങ്ങനെയൊക്കെ പറയൂ. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കാണോ? ഫസ്റ്റ് യു ടു ഗെറ്റ് ഔട്ട്. എന്താണ് നിങ്ങൾ? മലയാളിക്ക് മലയാളിയോട് ഒരു ഐക്യമൊക്കെ വേണ്ടേ? പായസച്ചോറൊന്നും വേണ്ട, പഴയ ചോറെങ്കിലും തന്നാ മതി. ഔട്ട്. വയറ് വിശക്കുന്നു, തോക്കുമായിട്ടാ വന്നിരിക്കുന്നത്. ഒന്നുകിൽ ചോറ് അല്ലെങ്കിൽ ബുള്ളറ്റ്. ചുമ്മാ നിന്ന് വരട്ടതരാ. ആരടാ നീ? ഞാൻ മോസ്കോ. മോസ്കോയിൽ നിന്ന് വരികയാണെന്നോ? എന്റെ പേര് മോസ്കോ. അരെ കേസാ നാം ഹേ യേ. എന്താ മധുര, കാശി, പഴനി, ചിദംബരം എന്നൊക്കെ വെക്കാറല്ലേ? അതുപോലെ ഞാൻ മോസ്കോ, ഇത് ബെർലിൻ. അതാണ് ഞങ്ങളുടെ പേര്. സാറാരാ? ഞാനോ? ന്യൂയോർക്ക്. ഇറങ്ങടാ പുറത്ത്. ആദ്യരാത്രിക്ക് വീട്ടിൽ കയറി ഒന്ന് ഷൈൻ ചെയ്യുന്നല്ലടാ. അടിച്ചിന്റെ ഷേപ്പ് മാറ്റി കളഞ്ഞ. കടക്കട വിശപ്പ് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാ. വിശന്ന പാതിരാക്കി വീട്ടിൽ കയറി മോട്ടിക്കോളാം. അടിച്ചതിന്റെ ഷേപ്പ് മാറ്റി ഞാൻ. എണീക്കണം. അടിക്കരുത് അടിക്കരുത്. ഇതെന്താ വിലങ്ങായിട്ട് ജയിലിൽ ചാടി വന്നതാണോ? അല്ല, ഞങ്ങൾ ജയിൽപുള്ളികളല്ല ചേച്ചി. ഒരു ഹോട്ടലിലെ പയ്യൻ ഞങ്ങളെ കെട്ടിയിട്ടതാ. ഞങ്ങൾ സ്വതന്ത്ര പോരാളികളാണെങ്കിലും ഞങ്ങൾക്കും അല്ലേ വിശപ്പും ദാഹവും. അതെ ആന്റി. ആന്റിയോ? ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂ മാഡം. ഞങ്ങൾ സത്യമായിട്ടും ലവേഴ്സാ. ജയിൽ പുള്ളികളാണെങ്കിൽ ആരെങ്കിലും ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് വിലങ്ങ് വെക്കോ? ചേച്ചി ഞങ്ങളെ വിശ്വസിക്കേച്ചി. ചേട്ടാ പ്ലീസ് ഹെൽപ്പ് ചെയ്യേട്ടാ. ചുമ്മാ ഇരിക്കും, ആലോചിക്കുന്നത് കണ്ടില്ലേ? ടൈം കൊടുക്ക്, എന്തെങ്കിലും ചെയ്യായിരിക്കും. ഡിവൈൻ ലവേഴ്സ് അറിയാം അവർക്ക്. ഞങ്ങൾ മോഡേൺ ലവേഴ്സ്. ഞങ്ങളുടെ പ്രേമം കവിത പോലെയാണ്, ആർക്കും എതിർക്കാൻ കഴിയില്ല. റോമിയോ ജൂലിയറ്റ്, ഇവരിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആത്മാർത്ഥ പ്രണയത്തിന് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ നാടിങ്ങനെ ആവാൻ കാരണം 3 കാര്യങ്ങളാണ്: പോപ്പുലേഷൻ, പൊളിറ്റിക്സ്, പാരന്റ്സ്. ഞങ്ങളുടെ അച്ഛനമ്മമാരെ ഡൈവേഴ്സ് ചെയ്തിട്ട് വന്നവരാ ഞങ്ങൾ. വയറു നിറയെ ആഹാരം തന്നതിന് നന്ദിയുണ്ട്. എന്താ? രാവിലെ എണീറ്റ് നോക്കിയപ്പോ പെണ്ണിനെ കാണാനില്ല. ആരെ? അത് പിന്നെ എന്താ, ബെർലിൻ. മോസ്കോ മാത്രം ഉറങ്ങുന്നുണ്ട്, അവളെ കാണാനില്ല. വീട് മുഴുവൻ നോക്കി ഞാൻ. ഇവിടെയാണല്ലോ കിടന്നിരുന്നത്. ഏയ്, എവിടെയാവൾ?
എഴുന്നേക്കടാ. ഈ നാട്ടിൽ കോഴിയൊന്നും കൂവില്ല. എഴുന്നേക്കടാ. എടി, എഴുന്നേക്കടി. എഴുന്നേക്കടി. യു ലവ് മീ? എടി, എണീക്കടി. ഉത്തരം പറഞ്ഞാലേ ഞാൻ കണ്ണു തുറക്കൂ. നിനക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ? നിന്നെ ലവ് ചെയ്യുന്നോണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അവരുടെ മുന്നിൽ വെച്ച് നിനക്ക് ഉമ്മ വേണല്ലേ? എന്താ നിനക്ക് നാണം വന്നു അല്ലേ? ഇല്ല, അവർക്കാ നാണം വന്നത്. പാവം. ട്രൂ ലവേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചേ. എന്താ ചോദിച്ചൂടെ? ഇനി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചോദിക്കണമെങ്കിൽ ഷോർട്ട് ഫോമിൽ ചോദിക്കണം. എങ്ങനെ? യു ലവ് മീ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചാ യു എല്ലാം അങ്ങനെ ചോദിച്ചാൽ മതി. അതിന് നീ എങ്ങനെ മറുപടി പറയും? ഐ ലവ് യു അങ്ങനെ പറയാം. ഐ ലവ് യു എന്നർത്ഥം. മാഡം മാഡം എന്താ ഇനിയും പല്ല് തേച്ച് കഴിഞ്ഞില്ലേ? ദേ വരുന്നു മാഡം. യു എല്ലാം ആ ഐ എൽ യു. പെട്ടെന്ന് മിനിക്കിട്ട് വാ. മിടുക്കനാടാ നീ. പ്രേമത്തിന്റെ കാര്യത്തിൽ നല്ല അറിവുണ്ട് നിനക്ക്. ജിയോക്ക് ജിയോക്കെ ഗോഡ് ഓൺലി നോസ് അതല്ലേ? ഇല്ല, ഗിവ് വൺ കിസ്. NPU എന്ന് വെച്ചാ നിന്റെ പല്ല് ഉടയ്ക്കുന്നു. നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? എനിക്കറിയാവുന്ന ജോലിയല്ലേ ഇത്. അതുകൊണ്ട് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ദിവസം രാത്രി മാത്രം കിടക്കാൻ ഇടം കിട്ടിയാ മതിയോ സാർ? നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? എനിക്കറിയാവുന്ന ജോലിയല്ലേ ഇത്. അതുകൊണ്ട് നീ എന്തിനാ ചെയ്യുന്ന ഇതൊക്കെ? ഒരു ദിവസം രാത്രി മാത്രം കിടക്കാൻ സ്ഥലം കിട്ടിയാ മതിയോ മാഡം? പിന്നെ എന്ത് വേണോന്നാ? എന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ കേൾക്കൂ മാഡം. ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഞാൻ. സർ, ഞങ്ങളിവിടെ താമസിക്കുന്ന കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്? നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു? എപ്പ പോവുമെന്ന്? ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനിക്കാൻ പോകുന്നു? നീ എന്തു പറയുന്നു? ഞാൻ എന്ത് പറയാനാ? നിങ്ങളുടെ തീരുമാനമാണ് എന്റേതും. നോക്കാം. എന്ത് അനുസരണയുള്ള ഭാര്യന്ന് കണ്ടോ? എന്ത് സ്നേഹമുള്ള ഭർത്താവ്, അത് കണ്ടില്ലേ? വളരെ നല്ല ജോഡി, മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഭാര്യയും ഭർത്താവുമായ എങ്ങനെ ഇരിക്കണം? നമ്മളിങ്ങനെ ആയിരിക്കൂടാ. ഏയ്, ആദ്യം നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. ഞങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരല്ല. എന്തുകൊണ്ടല്ല? അയ്യോ, ഞങ്ങളെ പോലെ തന്നെ ലവേഴ്സ് ആണോ? ഒരു പക്ഷേ പ്രൊബേഷനിലായിരിക്കും. Shut up. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിനെ പറ്റി എന്ത് തീരുമാനിച്ചു സർ? ശരി, ഇവിടെ താമസിച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഓക്കെ? ഏ, ആ